എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് +2 കഴിഞ്ഞ കുട്ടികൾക്ക് എയർപോർട്ടിൽ എങ്ങനെ ജോലി നേടാം. +2 കഴിഞ്ഞവർക്ക് മാത്രമല്ല, ഡിഗ്രി കഴിഞ്ഞവർക്കും PG കഴിഞ്ഞവർക്കും ഉള്ള ജോലി സാധ്യതകളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എയർപോർട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 3 പ്രമുഖ ഏജൻസികളാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ AAI. രാജ്യത്തെ എല്ലാ എയർപോർട്ടുകളും ഇവരുടെ അണ്ടറിലാണ്, അവരുടെ കൺട്രോളിലാണ് വരുന്നത്. ഇതൊരു കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയാണ്. അടുത്തതാണ് CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. എയർപോർട്ടിലെ പോലീസ് എന്ന് വേണമെങ്കിൽ ഇവർ വിളിക്കാം. എയർപോർട്ടിൻ്റെ മുഴുവൻ സെക്യൂരിറ്റി ചുമതലയും ഇവർക്കാണുള്ളത്. ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിൻ്റെയും സെക്യൂരിറ്റി ചുമതല ഇവരുടെ കൈകളിലാണുള്ളത്. അടുത്തൊരു പ്രമുഖ ഏജൻസിയാണ് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ. ഇമിഗ്രേഷൻ സംബന്ധമായ വിസ സ്റ്റാമ്പിംഗ് സംബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് BOI എന്ന ഈ ഏജൻസിയാണ്. ഇതും കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയാണ്. ഈ 3 ഏജൻസികളിൽ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സർവീസിലേക്കുള്ള എക്സാമായ UPSC എക്സാമിനേഷനുകൾ എഴുതേണ്ടതായി വരും. എന്നാൽ പല പ്രൈവറ്റ് കമ്പനികളിൽ നമുക്ക് പല ജോലികൾ ലഭ്യമാണ്. പ്രൈവറ്റ് എയർലൈൻസ് നിരവധി പ്രൈവറ്റ് എയർലൈൻസുകൾ ഇന്ന് ലഭ്യമാണ്. ഇൻഡിഗോ, എയർ ഇന്ത്യ, ഗോ എയർ, എയർ ഏഷ്യ, സ്പൈസ് ജെറ്റ്, വിസ്താര തുടങ്ങിയ നിരവധി എയർലൈൻ കമ്പനികളിൽ നിരവധി തൊഴിൽ സാധ്യതകളാണുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളിൽ ഒരുപാട് ജോലികൾ ഇന്ന് ലഭ്യമാണ്. ഏറ്റവും പ്രമുഖമായ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയാണ് CIAL അഥവാ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. ഇവിടെ ബാഗേജ് ഹാൻഡ്ലിംഗ്, മാർഷലിംഗ് തുടങ്ങി നിരവധി ജോലി സാധ്യതകളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. ജോബ്സ് ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് നമുക്ക് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് കൗണ്ടർ സ്റ്റാഫ്. നമ്മൾ എയർപോർട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ കൗണ്ടേഴ്സ് ഉണ്ടാവും. ഓരോ എയർലൈൻസിനും അവരവരുടേതായ കൗണ്ടേഴ്സ് ഉണ്ടാവും. അവിടെ കൗണ്ടർ സ്റ്റാഫുകൾ ഉണ്ടാവും. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. മാത്രമല്ല, ഫ്ലൈറ്റിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള സേവനങ്ങളെല്ലാം നൽകുന്ന സ്റ്റാഫാണ് കൗണ്ടർ സ്റ്റാഫ്. അടുത്തത് ചെക്ക് ഇൻ കൗണ്ടർ സ്റ്റാഫ്. നമുക്ക് എയർപോർട്ടിനകത്തേക്ക് കടന്നാൽ ആദ്യമായി ചെയ്യേണ്ടത് ബോർഡിംഗ് പാസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബോർഡിംഗ് പാസ് നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് ചെക്ക് ഇൻ കൗണ്ടർ സ്റ്റാഫുകളുണ്ട്. നമ്മുടെ ലഗേജുകളും ഇവർക്കാണ് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. അപ്പോൾ ചെക്ക് ഇൻ കൗണ്ടേഴ്സിലിരിക്കുന്ന സ്റ്റാഫുകളാണ് ചെക്ക് ഇൻ കൗണ്ടർ സ്റ്റാഫ്. നമ്മൾ ബോർഡിംഗ് പാസ് എടുത്ത് നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിനകത്തേക്ക് കടക്കുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് കുറേ സ്റ്റാഫുകൾ ലഭ്യമാണ്. ഇവരെ നമുക്ക് വെൽക്കമിംഗ് സ്റ്റാഫ് എന്ന് വിളിക്കാം. അടുത്തായിട്ട് ഇമിഗ്രേഷൻ അസിസ്റ്റൻറ്റ് സ്റ്റാഫ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനാണ് ഇമിഗ്രേഷൻ സംബന്ധമായ സേവനങ്ങൾ നൽകുന്നത്. ഇവരെ സഹായിക്കാനായിട്ട് നിരവധി പ്രൈവറ്റ് കമ്പനികൾ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇവരെ നമുക്ക് ഇമിഗ്രേഷൻ അസിസ്റ്റൻറ്റ് സ്റ്റാഫ് എന്ന് വിളിക്കാം. അടുത്തതായിട്ട് സെക്യൂരിറ്റി ഹോൾഡ് ഏരിയ സ്റ്റാഫ് അഥവാ SHA സ്റ്റാഫ്. ഞാൻ നേരത്തെ പറഞ്ഞു എയർപോർട്ടിൻ്റെ കംപ്ലീറ്റ് സെക്യൂരിറ്റി ചുമതല CISFൻ്റെ കയ്യിലാണെന്ന്. അപ്പോൾ CISFനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റാഫുകൾ ആവശ്യമാണ്. ഇവരെയും പ്രൈവറ്റ് കമ്പനികളാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഇവരെ നമുക്ക് സെക്യൂരിറ്റി ഹോൾഡ് ഏരിയ സ്റ്റാഫ് എന്ന് വിളിക്കാം. ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞാൽ അടുത്ത പടി ഫ്ലൈറ്റിലേക്ക് കയറുക എന്നുള്ളതാണ്. അതിനായി ബോർഡിംഗ് ഗേറ്റിനടുത്ത് റിക്രൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റാഫുകളാണ് ബോർഡിംഗ് ഗേറ്റ് സ്റ്റാഫ്. ഇവർ നമ്മുടെ ടിക്കറ്റ് പരിശോധിക്കുകയും ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട തൊഴിലവസരമാണ് എയർപോർട്ട് ലോഞ്ച് സ്റ്റാഫ്. എയർപോർട്ടിൽ പല തരത്തിലുള്ള ലോഞ്ചുകളുണ്ട്. VIP ലോഞ്ച് ഉണ്ട്. അതിലൊക്കെ ജോലി ചെയ്യുന്നത് സ്പെഷ്യലായിട്ട് ഗ്രൂം ചെയ്തെടുത്ത എംപ്ലോയീസ് ആയിരിക്കും. അവർ പലപ്പോഴും ഇടപഴകേണ്ടി വരിക VIPസുമായിട്ടായിരിക്കും. അപ്പോൾ പല VIPകളുമായി വളരെ അടുത്ത് ഇടപഴകാൻ സാധിക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ് എയർപോർട്ട് ലോഞ്ച് സ്റ്റാഫ്. ഇനി എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള തൊഴിൽ മേഖലകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബാഗേജ് ഹാൻഡ്ലിംഗ്, കാർഗോ ഹാൻഡ്ലിംഗ്, എയർക്രാഫ്റ്റ് ക്ലീനിങ്, കാറ്ററിംഗ്, എക്യുപ്മെൻറ്റ് ഹാൻഡ്ലിംഗ്, അതുപോലെ തന്നെ മാർഷലിംഗ്. എപ്പോഴെങ്കിലും എയർപോർട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടാവും. ഒരാൾ 2 കൈയിലും ഒരു വടി പിടിച്ച് ഫ്ലൈറ്റിലെ പൈലറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാണാം. അവരാണ് റൺവേയിൽ നിന്ന് ഫ്ലൈറ്റിനെ എയർപോർട്ടിനടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നത്. ഇതിനെയാണ് മാർഷലിംഗ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ലോഡ് ആൻഡ് ട്രിം സ്റ്റാഫ്, അതായത് ഒരുപാട് ലഗേജുകൾ ഫ്ലൈറ്റിൽ കയറ്റുമെന്നറിയാലോ. ഫ്ലൈറ്റിൻ്റെ സുഗമമായ പറക്കലിന് വേണ്ടി ഈ ലഗേജുകളെല്ലാം കൃത്യസ്ഥലങ്ങളിൽ അടുക്കി വെക്കേണ്ടതുണ്ട്. ഈ ചുമതല ലോഡ് ആൻഡ് ട്രിം സ്റ്റാഫിൻ്റെ കൈകളിലാണ്. അടുത്താണ് ക്യാബിൻ ക്രൂ. ഫ്ലൈറ്റിനകത്ത് ജോലി ചെയ്യുന്ന ആളുകളെ നമുക്ക് ക്യാബിൻ ക്രൂസ് എന്ന് വിളിക്കാം. അതിൽ പൈലറ്റ്, എയർ ഹോസ്റ്റസ്, അങ്ങനെ നിരവധി തിളക്കമാർന്ന ജോലികളാണ് ഫ്ലൈറ്റിനകത്തും ഉള്ളത്. ഇനി നമ്മുടെ രാജ്യത്തെ പ്രമുഖ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഞാൻ പരിചയപ്പെടുത്താം. അത് തിരുവനന്തപുരത്ത്
കേരള ഏവിയേഷൻ അക്കാഡമി ഉണ്ട്. അതുപോലെ തന്നെ സഹാറ ഇന്ത്യൻ ഏവിയേഷൻ അക്കാഡമി ന്യൂഡൽഹി, ഇന്ത്യൻ എയർലൈൻസ് സെൻട്രൽ ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഹൈദരാബാദ്, എയർ ഹോസ്റ്റസ് അക്കാഡമി ന്യൂഡൽഹി, ഫ്രീ ബേർഡ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസ് തിരുവനന്തപുരം. ഇത് ചില അക്കാഡമികൾ മാത്രം ഞാൻ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇവയുടെ വെബ്സൈറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഈ അക്കാഡമികളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നിരവധി മാനദണ്ഡങ്ങളാണുള്ളത്. എഴുത്ത് പരീക്ഷ, അഭിമുഖം തുടങ്ങി നിരവധി കടമകൾ കടന്നു വേണം ഇത്തരത്തിലുള്ള അക്കാഡമികളിൽ എത്തിപ്പെടാനായിട്ട്. ഇവയെക്കുറിച്ചെല്ലാം നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോകൾ ചെയ്യുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കൊച്ചിയിൽ വൈറ്റിലയിലുള്ള ഒരു പ്രൈവറ്റ് ഏവിയേഷൻ ട്രെയിനിങ് അക്കാഡമിയാണ്. അതാണ് ഫിനിക്സ് ഏവിയേഷൻ ട്രെയിനിങ് അക്കാഡമി. ഇവിടെ പഠിച്ച നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലും തിരുവനന്തപുരത്തും കണ്ണൂരും കോഴിക്കോടും ഒക്കെ എയർപോർട്ടുകളിലും വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവരുടെ വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കാം. ഇവരുടെ വെബ്സൈറ്റ് ID ഇതാണ്, phoenixaviation.in എന്നുള്ളതാണ്. ഇതിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലുകൾ ലഭ്യമാവും. ഇവർ പ്രധാനമായും നടത്തുന്നത് 3 കോഴ്സുകളാണ്. ഒന്ന് ഡിപ്ലോമ ഇൻ എയർപോർട്ട് ഓപ്പറേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്. ഇതെല്ലാം കേരള ഗവൺമെൻറ് ഏജൻസിയായ CAPTൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹമുള്ളവർ ഇവരുമായിട്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഫോൺ നമ്പറും ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫോൺ നമ്പറും ഇമെയിൽ ID എല്ലാം ലഭ്യമാണ്. അപ്പോൾ ഒരു എയർപോർട്ടിലൊരു ജോലി നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ, എയർക്രാഫ്റ്റിലൊരു ജോലി നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഏജൻസികളിൽ അല്ലെങ്കിൽ അക്കാഡമികളിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. +2 കഴിഞ്ഞവർക്ക് മുതൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച് നല്ലൊരു കരിയർ നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത്തരത്തിലുള്ള പ്രയോജനപ്രദമായ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ തുടർന്നും ലഭ്യമാവുന്നതാണ്. എല്ലാ ദിവസവും വീഡിയോകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. എല്ലാ ദിവസവും ചാനലിൽ വീഡിയോ ഉണ്ടാകുന്നതാണ്, കാണാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ. Like a bird on a tree, I'm